ഹലോ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനലോഗ് ഇലക്ട്രോണിക്സിലെ 555 ടൈമർ ഐസിനെ കുറിച്ചാണ്. 555 ടൈമർ ഐസി അല്ലെ, എന്തുകൊണ്ടാണ് ഇതിന് 555 ടൈമർ ഐസി എന്ന് പേര് വരാൻ കാരണം അറിയോ? അതായത് ഇതിൽ നമ്മളുടെ വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്കിൽ നമ്മൾ 5 കിലോ ഓം റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഐസിക്ക് 555 ടൈമർ ഐസി എന്ന് പേര് വരാൻ കാരണം. ഓക്കെ, നമ്മളിത് മെയിനായിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു അക്യുറേറ്റ് ആയിട്ടൊരു ടൈം ഡിലേ, ഏതെങ്കിലും ഒരു സർക്യൂട്ടിന് ഒരു ടൈം ഡിലേ കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ഐസി യൂസ് ചെയ്യാം. അതല്ല, ഒരു ഓസിലേഷൻസ് നമുക്ക് കറക്റ്റ് ആയിട്ടൊരു പ്രൊഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 555 ടൈമർ ഐസിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്കതിന്റെ പിൻ ഡയഗ്രാം എന്താണ്, ഇന്റേണൽ ഡയഗ്രാം എന്താണെന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതാണ് 555 ടൈമർ ഐസിയുടെ ഒരു പിൻ ഡയഗ്രാം എന്ന് പറയുന്നത്. നമുക്കതിൽ 8 പിന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നോക്കൂ, 4 പിൻ ഇവിടെയും 4 പിന്ന് ഇവിടെയും, അതായത് 4 പിൻ ഇവിടെയും ഇവിടെയാണ് 4 പിൻ റിമൈനിങ് യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് ദ ഗ്രൗണ്ട് പിൻ, ട്രിഗർ, ഔട്ട്പുട്ട്, റീസെറ്റ്, കൺട്രോൾ വോൾട്ടേജ്, ത്രെഷോൾഡ്, ഡിസ്ചാർജ്, VCC. ഇങ്ങനെ 8 പിന്നുള്ള ഒരു ഐസി ആണ് നമ്മളുടെ 555 ഐസി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഓരോ പിന്നും എന്താണെന്നുള്ളത്. First, this is the 555 timer IC can operated with the DC supply of plus or minus 15, plus 5 volt to plus 18 volt. It is mainly useful for generating non-sinusoidal waveforms like square, ramp, pulse, etc. ഓക്കെ, നമ്മൾക്ക് മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു ഐ സി എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? എങ്ങനെയുള്ള ജനറേറ്റിംഗ്, അതായത് നോൺ സൈനുസോയിഡൽ വേവ് ഫോംസ്. നമ്മൾ എന്താണെന്ന് പഠിച്ചു, വേവ് ഫോംസുകളൊക്കെ കുറെ എന്താണെന്ന് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് അല്ലെ. അതിൽ നോൺ സൈനുസോയിഡൽ വേവ് എന്ന് പറഞ്ഞാൽ സൈനുസോയിഡ് അല്ലാത്തത് അല്ലെ. സോ സ്ക്വയർ വരാം, റാമ്പ് വരാം, പൾസ് വരാം, ട്രയാങ്കിൾ വരാം, അങ്ങനെയുള്ള വേവ് ഫോംസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 555 ഐസി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് ഓരോ പിന്നും എന്താണെന്നുള്ളത് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ, പിൻ 1, അതായത് ഗ്രൗണ്ട് പിന്നാണ്. ഡയറക്ട്ലി കണക്റ്റഡ് ടു ദ നെഗറ്റീവ് റെയിൽ. നമ്മൾ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. Pin 2 is the trigger pin to activate the IC's timing cycle. നമ്മുടെ ഐസിയുടെ ടൈമിംഗ് സൈക്കിളിനെ ആക്ടിവേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പിൻ 2 യൂസ് ചെയ്തിരിക്കുന്നത്, അതായത് ട്രിഗറിംഗ് പിൻ. ഇറ്റ് ഈസ് ജനറലി ലോ സിഗ്നൽ പിൻ and the timer is triggered when the voltage on this pin is below 1/3 of the സപ്ലൈ വോൾട്ടേജ്. നമ്മൾ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജിന്റെ 1/3 എത്തുമ്പോൾ, അതായത് ഈ ത്രെഷോൾഡ് ട്രിഗർ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴാണ് ഓൺ ആകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കൊടുക്കുന്ന വോൾട്ടേജിന്റെ 1/3 ആകുമ്പോൾ ഈ സിഗ്നൽ, അതായത് ഈ പറയുന്ന സെക്കൻഡ് പിൻ എന്ന് പറയുന്നത് ഓൺ ആകും. ഓക്കെ, then third pin is the output pin. When the IC triggers via pin 2, the output pin goes high depending on the duration of the timing cycle. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ട്രിഗർ കൊടുക്കുന്നത് സെക്കൻഡ് പിന്നിലാണെന്ന് പറഞ്ഞു. ആ പിന്നിൽ നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജിന്റെ 1/3 വോൾട്ടേജ് എത്തുമ്പോൾ അത് ട്രിഗർ ആകും അല്ലെ. ആ സമയത്ത് നമുക്ക് ഈ ഔട്ട്പുട്ട് പിന്നിലൂടെ നമ്മുടെ ഔട്ട്പുട്ട് റിസൾട്ട് കിട്ടാൻ, ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് കിട്ടും. ആ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്? ടൈമിംഗ് സൈക്കിളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് എത്രയാണെന്നുള്ളത് കിട്ടുന്നത്. ഓക്കെ, അടുത്തത് പിൻ 4. ഇറ്റ് ഈസ് ദ റീസെറ്റ് പിൻ. നമ്മുടെ റീസെറ്റ് പിന്നാണ്, ആ ഒരു ഐസിയിൽ കാണുന്ന റീസെറ്റ് പിന്നാണ്. ഇറ്റ് ഷുഡ് ബി കണക്റ്റഡ് ടു ദ പോസിറ്റീവ് റെയിൽ ടു വർക്ക് ദ ഐസി പ്രോപ്പർലി. നമ്മളത് അതിന്റെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവണം പ്രോപ്പറായിട്ട്. വെൻ ദിസ് പിൻ ഈസ് ഗ്രൗണ്ടഡ്, നമ്മുടെ ഈ പിന്ന് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് റീസെറ്റ് പിൻ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ദ ഐസി വിൽ സ്റ്റോപ്പ് വർക്കിംഗ്. അതായത് നമ്മുടെ പിൻ ഐസി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ പോസിറ്റീവിൽ കണക്ട് ചെയ്യണം. ഇത് നെഗറ്റീവിലാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഐസി സ്റ്റോപ്പ് ആകും. ദ റീസെറ്റ് വോൾട്ടേജ് എത്രയാണ്? നമ്മുടെ 0.7ഉം കറന്റ് എന്ന് പറയുന്നത് 0.1 മില്ലി ആംപിയറും ആണ്. ഓക്കെ, ഇതാണ് റീസെറ്റ് പിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ ഫിഫ്ത്ത്, ദാറ്റ് ഈസ് കൺട്രോൾ പിൻ. ദ 2/3 ഓഫ് ദ സപ്ലൈ വോൾട്ടേജ് പോയിന്റ് ഓൺ ദ ടെർമിനൽ വോൾട്ടേജ് ഡിവൈഡർ ഈസ് ബ്രോഡ് ടു ദ കൺട്രോൾ പിൻ. നമ്മുടെ സപ്ലൈ വോൾട്ടേജിന്റെ 2/3 അത്രയും നമ്മൾ എത്തുമ്പോഴാണ് നമ്മൾ കൺട്രോൾ പിന്നിലേക്ക് കൊടുക്കുന്നത്. ഇറ്റ് റിക്വയർസ് ടു ബി കണക്റ്റഡ് ടു ആൻ എക്സ്റ്റേണൽ DC സിഗ്നൽ ടു മോഡിഫൈ ദ ടൈമിംഗ് സൈക്കിൾ. നമ്മളുടെ ടൈമിംഗ് സൈക്കിളിനെ ഒന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന കൺട്രോൾ പിൻ ഒരു എക്സ്റ്റേണൽ DC പിന്നിലേക്കാണ്, DC സിഗ്നലിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. വെൻ നോട്ട് ഇൻ യൂസ്, നമ്മളുടെ ഈ കൺട്രോൾ പിൻ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അത് നമ്മളുടെ ഗ്രൗണ്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടാവണം. അതായത് ഈ പറയുന്ന ഒരു കപ്പാസിറ്റർ വാല്യൂ വെച്ച് നമ്മൾ ഈ പറയുന്ന കൺട്രോൾ പിന്നിനെ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ടാവണം. അതല്ലെങ്കിൽ നമ്മുടെ ഐസിയിൽ നമുക്ക് ഒരു ഇറാറ്റിക്, നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള, നമുക്ക് ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഒരു റെസ്പോൺസ് ആയിരിക്കും ഐസിയുടെ ഔട്ട്പുട്ട് കാണിക്കുന്നത്. ഓക്കെ,
Then sixth pin is the threshold pin. The timing cycle is completed when the voltage on this pin is equal to or greater than or the 2/3 of the VCC. നമ്മളുടെ ആ ഒരു ടൈമിംഗ് സൈക്കിൾ, നമുക്കൊരു കംപ്ലീറ്റ് ടൈമിംഗ് സൈക്കിൾ ഉണ്ടല്ലോ, ആ ടൈമിംഗ് സൈക്കിൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്താകും, നമുക്ക് വരുന്ന ഈ പിന്നിൽ ത്രെഷോൾഡ് പിൻ എന്ന് പറയുന്നത് വോൾട്ടേജ് ഇൻപുട്ട് VCC വോൾട്ടേജിന്റെ 2/3 ഒന്നില്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ആയിരിക്കും, ആ ഒരു വാല്യൂയിൽ എത്തിയിട്ടുണ്ടാകും. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ നോൺ ഇൻവെർട്ടിംഗ് ഇൻപുട്ട് ഓഫ് ദ അപ്പർ കമ്പാരറ്റർ. നമ്മളുടെ ഇതിൽ, അതായത് നമുക്ക് ഈ ഒരു IC 555 നമുക്ക് കമ്പാരറ്റർ സർക്യൂട്ട്, നമ്മളത് ബ്ലോക്ക് ഡയഗ്രാം അല്ലെങ്കിൽ നമ്മുടെ സർക്യൂട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതിന്റെ കമ്പാരറ്ററിന്റെ അപ്പറിൽ ഉണ്ടാകുന്ന നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്കാണ് നമ്മളുടെ ഈ ത്രെഷോൾഡ് പിന്നിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് നമുക്ക് പോസിറ്റീവ് ഗോയിങ് പൾസസ് ആയിരിക്കും. ആ ഒരു ടൈമിംഗ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോസിറ്റീവ് സൈൻസ് പൾസസ് ആയിരിക്കും നമുക്ക് ഇതിലൂടെ വരുന്നത്, ബിക്കോസ് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദി നോൺ ഇൻവെർട്ടിംഗ് ഇൻപുട്ട് ആണ്. ഓക്കെ, നെക്സ്റ്റ് പിൻ 7 എന്ന് പറയുന്നത് ഡിസ്ചാർജ് പിൻ ആണ്. ഇറ്റ് പ്രൊവൈഡ് ഡിസ്ചാർജ് പാത്ത് ഫോർ ദ ടൈമിംഗ് കപ്പാസിറ്റർ ത്രൂ ദ കളക്ടർ ഓഫ് ദ NPN ട്രാൻസിസ്റ്റർ ടു വിച്ച് ഇറ്റ് ഈസ് കണക്റ്റഡ്. നമ്മളുടെ NPN ട്രാൻസിസ്റ്ററിന്റെ കളക്ടറിൽ കണക്ട് ചെയ്തിരിക്കുന്ന കപ്പാസിറ്ററിന് ത്രൂ ദ കളക്ടർ ഓഫ് ദ NPN, അതായത് ഒരു അതിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു കപ്പാസിറ്ററിനുള്ള ഒരു ഡിസ്ചാർജ് പാത്താണ് ഈ പറയുന്ന 7th പിൻ എന്ന് പറയുന്നത്. ഓക്കെ, next one is the 8th, that is it is positive rail connected pin which is connected to the positive terminal of the power supply. നമ്മുടെ പവർ സപ്ലൈയുടെ പോസിറ്റീവ് ടെർമിനലിലേക്ക് കൊടുക്കുന്ന പിന്നാണ് 8th പിൻ, that is VCC എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ICC വർക്ക് ചെയ്യുന്ന ആ ഒരു വോൾട്ടേജ് റേഞ്ച് എന്ന് പറയുന്നത് 5 വോൾട്ട് ടു 18 വോൾട്ട് ആണ്. ഇത്രയാണ് നമ്മളുടെ പിൻ ഡിസ്ക്രിപ്ഷൻ. അതായത് നമുക്ക് 8 പിൻ ഉണ്ട്, ആ 8 പിന്നും ഓരോ എന്തൊക്കെയാണ് അതിന്റെ ഫങ്ഷൻസ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കിയത്. അടുത്തത് നമ്മൾ നോക്കുന്നത് ഫങ്ഷണൽ ഡയഗ്രാം ആണ്. ഓക്കെ, നമുക്ക് ഇതിലുള്ളത് ഒരു കമ്പാരറ്റർ പാർട്ട് ഉണ്ട്, അപ്പർ കമ്പാരറ്റർ ആൻഡ് ലോവർ കമ്പാരറ്റർ. ദെൻ ഒരു SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്, ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്, ദെൻ ഇൻവെർട്ടർ. ഇത്രയും അടങ്ങുന്നതാണ് നമ്മളുടെ 555 IC എന്ന് പറയുന്നത്. ഈ 555 എന്ന് പറഞ്ഞത് ഈ 6 1 2 3 ഈ 3 റെസിസ്റ്റേഴ്സ് ആണ് എൻ്റെ 5 കിലോ ഓമിലുള്ള 3 റെസിസ്റ്റർ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ICനെ എന്ത് വിളിക്കുന്നത്, 555 ടൈമർ IC എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. The functional block diagram of the 555 IC consists of ഒരു വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് ഉണ്ട്, 2 കമ്പാരറ്റേഴ്സ്, അതായത് ആ 3 റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ടല്ലോ, അതാണ് നമ്മുടെ വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. 2 കമ്പാരറ്റേഴ്സ്, ലോവർ കമ്പാരറ്റർ ആൻഡ് അപ്പർ കമ്പാരറ്റർ, 1 SR ഫ്ലിപ്പ് ഫ്ലോപ്പ്, നമുക്കൊരു SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്, 2 ട്രാൻസിസ്റ്റേഴ്സ്, 2 ട്രാൻസിസ്റ്റേഴ്സ് ആൻഡ് ആൻ ഇൻവെർട്ടർ. ഇത്രയാണ് നമ്മുടെ ഒരു 555 ICയിലുള്ള കോമ്പണൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. The voltage divider network. The voltage divider network consists of 3 5 kilo ohm resistors that are connected in series between the supply voltage VCC and ground. നമ്മളുടെ സപ്ലൈ വോൾട്ടേജിനും ഗ്രൗണ്ടിനും ബിറ്റ്വീൻ ആയിട്ട് 3 റെസിസ്റ്റേഴ്സ്, 5 കിലോ ഓമിലുള്ള 3 റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അതാണ് നമ്മളുടെ വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക്. This network provide a voltage of VCC by 3 between the point and ground if there exists only one 5 kilo ohm resistor. Similarly, it provides a voltage of 2 VCC by 3 between a point and ground if there are exist only 2 5 kilo ohm resistors. അതായത് നമുക്ക് ഒരു റെസിസ്റ്റർ മാത്രമാണ് നമുക്ക് അവിടെ എക്സിസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ കിട്ടുന്നത് എന്തായിരിക്കും, VCCയുടെ 1/3 ആണ് കിട്ടുന്നത്. അതാണ് VCC by 3 എന്ന് പറയുന്നത്. ഇഫ് സപ്പോസ് 2 റെസിസ്റ്റേഴ്സ് നമുക്ക് അവിടെ ഉണ്ടെങ്കിൽ, അതായത് ബിറ്റ്വീൻ നമ്മളുടെ വോൾട്ടേജിന്റെയും ഗ്രൗണ്ടിനും ബിറ്റ്വീൻ ആയിട്ട് 2 റെസിസ്റ്റേഴ്സ് ആണ് അവിടെ എക്സിസ്റ്റ് ആണെങ്കിൽ നമുക്ക് 2/3, അതായത് നമ്മൾ കൊടുക്കുന്നതിന്റെ 2/3 അത്രയാണ് നമുക്ക് കിട്ടുന്നത്. അതാണ് 2 VCC by 3 എന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. So next one is the comparator. നമുക്ക് 2 comparators ഉണ്ട്, ഒന്ന് upper comparator then lower comparator. The functional diagram of a file consists of upper comparator and lower comparator. The comparator compares the 2 input that are applied to it and produce an output. അപ്പോൾ comparator എന്താണെന്ന് നമുക്ക് അറിയാം അല്ലേ, അതായത് കമ്പയർ ചെയ്യാണ്, 2 ഇൻപുട്ട് സിഗ്നലുകൾ ഉണ്ടാകും, ആ 2 ഇൻപുട്ട് സിഗ്നലുകളെ കമ്പയർ ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് ആണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. So if the voltage present at the non-inverting terminal of an op-amp is greater than the voltage present in the inverting terminal, the output comparator will be plus VSAT. This can be considered as logic high. അതായത് നമ്മുടെ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലസ് ആണ്, ഇൻവെർട്ടിംഗ് ടെർമിനൽ എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്. ഇപ്പൊ പ്ലസിലുള്ള വാല്യൂ ആണ് നമുക്ക് കൂടുതലെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും, പ്ലസ് ആയിരിക്കും അല്ലെ. ഇപ്പൊ നമുക്ക് നെഗറ്റീവിലുള്ള വാല്യൂസ് ആണ് കൂടുതലെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് മൈനസ് VSAT ആണ് അല്ലെ. അപ്പൊ നമുക്ക് പ്ലസ് VSAT ആണെങ്കിൽ അതിനെ ലോജിക് ഹൈ എന്ന് പറയും, കാരണം പോസിറ്റീവ് വാല്യൂ ആണ്.
മൈനസ് വി സെറ്റ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ലോജിക് 0 ബിക്കോസ് അതൊരു മൈനസ് വാല്യൂ ആണ്. ഇതാണ് കമ്പാരറ്ററിനെ കുറിച്ച് നമുക്ക് അറിയാനുള്ളത് ആ ഒരു ടൈമർ ഡയഗ്രത്തിലുള്ളത് 555 ടൈമർ ഐസിയിലുള്ളത്. അടുത്തത് നമുക്ക് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് ഇതിലുള്ളത് അല്ലെ. അപ്പൊ റീകോൾ SR ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എയ്തർ പോസിറ്റീവ് ക്ലോക്ക് ട്രാൻസിഷൻ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ക്ലോക്ക് ട്രാൻസിഷനിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇറ്റ് ഹാസ് 2 ഇൻപുട്ട്, 2 ഇൻപുട്ടുകളുണ്ട്, എസും ആറും അല്ലെ. എസും ആറും നമുക്ക് 2 ഇൻപുട്ടുകളാണ് ഉള്ളത് ആൻഡ് 2 ഔട്ട്പുട്ട്. Okay, Q of t and Q of t dash. The output of Q of t and Q of t dash are complement to each other. രണ്ടും കോംപ്ലിമെന്റ് ആണ് നമുക്ക് അല്ലെ. ഓക്കെ, നോക്കൂ ഇതാണ് നമ്മുടെ SR ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ആ ഒരു സ്റ്റേറ്റ് ടേബിൾ എന്ന് പറയുന്നത്. ഹിയർ Q of t and Q of t plus 1 are present state and the next state respectively. Q of t, Q of t plus 1 എന്ന് പറയുന്നത് നെക്സ്റ്റ് പ്രസന്റ് സ്റ്റേറ്റും നെക്സ്റ്റ് സ്റ്റേറ്റും. ഇത് പ്രസന്റ് സ്റ്റേറ്റ്, ഇത് നെക്സ്റ്റ് സ്റ്റേറ്റ് അല്ലെ. So, the SR flip-flop can be used for one of these 3 functions such as hold, reset, set. ഈ ബേസ് അതായത് നമ്മുടെ ഇൻപുട്ട് കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈ 3 കാര്യങ്ങളിലാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഹോൾഡ് ചെയ്യാൻ, അല്ലെങ്കിൽ റീസെറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ സെറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, വെൻ പോസിറ്റീവ് ട്രാൻസിഷൻ ഓഫ് ദ ക്ലോക്ക് സിഗ്നൽ, നമ്മൾ എന്താണോ കൊടുക്കുന്ന ഇൻപുട്ട് കണ്ടീഷൻ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ SR ഫ്ലിപ്പ് ഫ്ലോപ്പ് അതിൽ വർക്ക് ആവുന്നത്. The output of the lower comparator and the upper comparator are applied as the input of the SR. നമ്മൾ ആ ഒരു ഡയഗ്രത്തിൽ കണ്ടിരുന്നു, 2 കമ്പാരറ്ററിന്റെ റിസൾട്ട് ആണ് നമ്മുടെ SR ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് നമ്മൾ കൊടുക്കുന്നത് അല്ലെ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Output of the lower and upper comparators are connected to the SR flip flop. Okay. Next is the transistors and inverter. നമുക്ക് 2 ട്രാൻസിസ്റ്റേഴ്സും ഉണ്ട്, ഒരു ഇൻവെർട്ടറും ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. The functional diagram of consists of a 1 NPN Q1 transistor and 1 PNP transistor Q2. നമുക്ക് 2 ട്രാൻസിസ്റ്റർ, ഒരെണ്ണം NPN, Q1 എന്ന് പറയുന്നത് NPN ഉം Q2 എന്ന് പറയുന്നത് PNP ആണ്. The NPN transistor Q1 will be turned on if the base to emitter voltage positive and greater than the cut-in voltage. Otherwise it will be turned off. അതായത് base to emitter voltage പോസിറ്റീവും cut-in വോൾട്ടേജിനേക്കാൾ കൂടുതലുമാണെങ്കിൽ Q1 ഓൺ ആകും, അല്ലെങ്കിൽ ഓഫ് ആയിരിക്കും. ഓക്കെ, PNP ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ഒരു ബഫർ ആയിട്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഇൻ ഓർഡർ ടു ഐസൊലേറ്റ് ദ റീസെറ്റ് ഇൻപുട്ട് ഫ്രം ദ SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ആൻഡ് NPN ട്രാൻസിസ്റ്റർ Q1. അതായത് നമ്മുടെ SR ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട്, റീസെറ്റ് ഇൻപുട്ട് ഫ്രം ദ SR ഫ്ലിപ്പ് ഫ്ലോപ്പ്, SR ഫ്ലിപ്പ് ഫ്ലോപ്പിലുള്ള റീസെറ്റ് ഇൻപുട്ടിനെയും NPN ട്രാൻസിസ്റ്ററിനെ Q1നെ കൂടി ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു Q2നെ ബഫർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. The inverter used in the functional diagram IC is not only perform the inverting, അതൊരു ആംപ്ലിഫൈയും കൂടി, പവർ ലെവലിനെ ആംപ്ലിഫൈ ചെയ്യാനും കൂടിയുള്ള ഫംഗ്ഷനും കൂടി നമ്മുടെ അവിടെ ഇൻവെർട്ടർ നമ്മൾ അതിൽ യൂസ് ചെയ്തതുകൊണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത്രയാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞത് നമുക്കുള്ള ഫംഗ്ഷണൽ ഡയഗ്രത്തിന്റെ കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ ഈ ഒരു IC 555 ICനെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് മെയിൻ ആയിട്ട് 3 ഇതായിട്ടാണ് നമുക്ക് യൂസ് ചെയ്യാനുള്ളത്. ഒന്ന് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ, മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ, സെക്കൻഡ് വൺ ഈസ് ദ തേർഡ് വൺ ഈസ് ദ ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. നമുക്ക് പഠിക്കാനുള്ളത് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററും മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററും ആണ്. അപ്പോൾ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ, ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഫ്രീ റണ്ണിംഗ് മൾട്ടി വൈബ്രേറ്റർ. ഇതിനെ നമുക്കൊരു ഫ്രീ റണ്ണിംഗ് മൾട്ടി വൈബ്രേറ്റർ എന്നും കൂടി പറയാം. അതെന്തുകൊണ്ടാണ്? ഇറ്റ് ഹാസ് നോ സ്റ്റേബിൾ സ്റ്റേറ്റ്സ് ആൻഡ് കണ്ടിന്യൂസ്ലി സ്വിച്ചസ് ബിറ്റ്വീൻ 2 സ്റ്റേറ്റ്സ് വിത്തൗട്ട് ആപ്ലിക്കേഷൻ ഓഫ് എനി എക്സ്റ്റേണൽ ട്രിഗർ. ഓക്കെ, ഒരു സ്റ്റേബിൾ ആയിട്ട് ഒരു സ്ഥലത്ത് നിൽക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സ്വിച്ച് ആയിക്കൊണ്ടേയിരിക്കും. ഇതാണ് അസ്റ്റേബിൾ. അത് പേരിൽ തന്നെ നമുക്കറിയാം, അസ്റ്റേബിൾ, ഇറ്റ്സ് നോട്ട് സ്റ്റേബിൾ അല്ലെ. ഒരു സ്റ്റേബിൾ ആയിട്ട് ഒരു സ്റ്റേറ്റ് ഉണ്ടെന്ന് നമുക്ക് ഇതിന് പറയാനേ പറ്റില്ല. അതാണ് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എന്ന് പറയുന്നത്. The IC 555 can be made to work as an astable multi vibrator with the addition of 3 external components. നമ്മളുടെ IC 555നെ തന്നെയാണ് നമ്മൾ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് വിത്ത് സം അഡീഷണൽ കോമ്പണൻസ്. കുറച്ച് കോമ്പണൻസ് എക്സ്ട്രാ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? 2 റെസിസ്റ്റേഴ്സ് R1 ആൻഡ് R2 ആൻഡ് ദ കപ്പാസിറ്റർ C. നമ്മൾ ആ ഒരു ഫംഗ്ഷണൽ ഡയഗ്രാം പഠിച്ചു അല്ലെ 555യുടെ, അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് നമ്മളാണ് ഈ കോമ്പണൻസ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താണെന്നുള്ളത്, ഈ 3 കോമ്പണൻസ് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് നമ്മളുടെ 555 ICയുടെ ആ ഒരു പിൻ ഡയഗ്രാം അല്ലെ. അതിലേക്ക് നമ്മൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുന്നതാണ് R1, R2 ആൻഡ് ദ കപ്പാസിറ്റർ അല്ലെ. ഇതാണ് നമുക്ക് 3 അഡീഷണൽ കോമ്പണൻസ് 555ലേക്ക് വരുന്നത്. ബാക്കിയൊക്കെ നമ്മുടെ നോർമൽ പിന്നുകളാണ് അല്ലെ. 1, 2, 3, 4, 5 നമ്മൾ പിൻ ഡയഗ്രാം ഡിസ്കസ് ചെയ്തതാണ് എന്താണെന്നുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു ആ റീസെറ്റ് പിന്നിൽ നമ്മൾ ചിലത് ഗ്രൗണ്ട് ചെയ്യേണ്ടി വരും, ചില സിറ്റുവേഷനിൽ നമുക്കത് ഗ്രൗണ്ട് ചെയ്യേണ്ടി വരും. അതാണ് നമുക്ക് ഈ കാണിച്ചു തന്നിരിക്കുന്ന നമ്മളുടെ ഈ ഒരു ഡയഗ്രാം എന്ന് പറഞ്ഞത്.
ഓപ്പറേഷൻ നോക്കാം നമുക്ക്. അപ്പോൾ ഇതിന്റെ ഒരു ഇന്റേണൽ സർക്യൂട്ട് ഡയഗ്രാം ആണ് അല്ലെ. നമ്മൾ പഠിച്ചിട്ടുള്ള ആ സർക്യൂട്ടിലേക്ക് തന്നെ എക്സ്ട്രാ നമ്മൾ R1, R2 ആൻഡ് കപ്പാസിറ്റർ ഈ മൂന്നെണ്ണമാണ് നമ്മളിവിടെ അഡീഷണൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ബാക്കി നോക്കൂ, ഇതെന്റെ വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് ആണ്. 3 R യൂസ് ചെയ്തിട്ടുണ്ട് 5 കിലോമിന്റെ. 2 കമ്പാരറ്റർ ഉണ്ട്, അപ്പർ കമ്പാരറ്റർ, ലോവർ കമ്പാരറ്റർ ആൻഡ് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇവിടെ ഉണ്ട് നമുക്ക്. ദെൻ ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലെ. നമുക്ക് 2 ട്രാൻസിസ്റ്റേഴ്സും ഒരു ഇൻവെർട്ടറും എല്ലാം തന്നെ ഇതിലുണ്ട്. ഓക്കെ, ഇനിഷ്യലി നമുക്ക് ഇതിന്റെ ഓപ്പറേഷൻ എങ്ങനെയാന്ന് നോക്കാം. ഓൺ പവർ അപ്പ് ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് റീസെറ്റ്. നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പ് റീസെറ്റ് ആകും. സോ ആസ് എ റിസൾട്ട് അതായത് എന്താണ് ഔട്ട്പുട്ട് ഓഫ് ദ ടൈമർ എന്ന് പറയുന്നത് ലോ ആയിരിക്കും. സോ ദ ഡിസ്ചാർജ് ട്രാൻസിസ്റ്റർ ഈസ് ഡ്രിവൺ ടു സാച്ചുറേഷൻ. നമ്മളുടെ ഡിസ്ചാർജ് ട്രാൻസിസ്റ്റർ സാച്ചുറേഷൻ ആകുകയും ദ കപ്പാസിറ്റർ C ഓഫ് ദ ടൈമിംഗ് സർക്യൂട്ട് ഈസ് കണക്റ്റഡ് ടു ദ പിൻ 7 ഓഫ് ദ IC555 ആൻഡ് വിൽ ഡിസ്ചാർജ് ത്രൂ ദ ട്രാൻസിസ്റ്റർ. അപ്പൊ നമ്മുടെ അവിടെ കപ്പാസിറ്ററിൽ ഉണ്ടാകുന്ന ചാർജിങ് ആയിരിക്കും ഓൾറെഡി അല്ലെ. ആ ചാർജിങ്ങിന്റെ ടൈമിൽ നമ്മുടെ ഈ പറയുന്ന കപ്പാസിറ്റർ എന്ന് പറയുന്നത് 7th പിന്നുമായിട്ട് കണക്ട് ചെയ്തിട്ട് ആ ട്രാൻസിസ്റ്റർ വഴിയായിട്ട് ഡിസ്ചാർജ് ചെയ്യും. ദ ഔട്ട്പുട്ട് ഓഫ് ദ ടൈമർ അറ്റ് ദിസ് പോയിന്റ് ഈസ് ലോ. അപ്പൊ നമ്മുടെ ടൈമറിന്റെ ഔട്ട്പുട്ട് എന്താണ്? ലോ ആയിരിക്കും. ദ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ ഈസ് നത്തിങ് ബട്ട് ദ ട്രിഗർ വോൾട്ടേജ്. നമ്മുടെ ആ ഒരു കപ്പാസിറ്ററിലൂടെയുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ട്രിഗറിംഗ് വോൾട്ടേജ് ആണ്. ആ വോൾട്ടേജ് ആണ് നമുക്കിപ്പോൾ ഇത് ട്രാൻസിസ്റ്ററിലൂടെ നമുക്ക് എന്തായി ഡിസ്ചാർജ് ആകുന്നത്. So while discharging, if the capacitor voltage becomes less than 1/3 VCC, നമ്മളുടെ ഇൻപുട്ട് വോൾട്ടേജിനേക്കാൾ 1/3 താഴെ ആയിട്ടുണ്ടെങ്കിൽ which is the reference voltage to trigger comparator. നമ്മളുടെ കമ്പാരറ്ററിനെ ട്രിഗർ ചെയ്യുന്നതിനുള്ള ഒരു റെഫറൻസ് വോൾട്ടേജ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത് കമ്പാരറ്റർ 2നെ. The output of the comparator 2 will become high. അപ്പോൾ നമുക്ക് ആ ടൈപ്പിൽ എന്താകും? നമ്മുടെ കമ്പാരറ്ററിന്റെ 2 ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കമ്പാരറ്റർ 2ന്റെ ഔട്ട്പുട്ട് will be high ആവും. This will set the flip flop സെറ്റ് ചെയ്യും, ഫ്ലിപ്പ് ഫ്ലോപ്പിനെ സെറ്റ് ചെയ്യും. ഹെൻസ് ദ ഔട്ട്പുട്ട് ഓഫ് ദ ടൈമർ അറ്റ് പിൻ 3 ഗോസ് ടു ഹൈ. അപ്പൊ ആ സമയത്ത് നമുക്ക് എന്താകും? നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് സെറ്റ് ആവുകയും ആ സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് ഹൈ ആയി കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ദിസ് ഹൈ ഔട്ട്പുട്ട് വിൽ ടേൺ ഓഫ് ദ ട്രാൻസിസ്റ്റർ. അപ്പൊ നമ്മുടെ ഈ ഔട്ട്പുട്ട് കൂടുമ്പോൾ നമുക്ക് ട്രാൻസിസ്റ്റർ ടേൺ ഓഫ് ആകും. ആസ് എ റിസൾട്ട് കപ്പാസിറ്റർ C എന്ത് ചെയ്യും? നമുക്ക് നേരത്തെ അതിൽ ഡിസ്ചാർജിങ് ആയിരുന്നു, ഇപ്പൊ എന്ത് ചെയ്യും? ചാർജ് ആകാൻ തുടങ്ങും. എങ്ങനെ? ത്രൂ R1 ആൻഡ് R2. R1, R2 കപ്പാസിറ്റർ ചാർജ് ആകും. Now capacitor voltage is same as to the threshold voltage. നമ്മുടെ threshold voltageന് ഈക്വൽ വോൾട്ടേജ് ആകുമ്പോൾ while charging the capacitor voltage increasing exponentially toward VCC and moment it crosses to 2/3 VCC which the reference voltage to threshold comparator its output അതായത് നമ്മുടെ കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തല്ലോ, നമുക്ക് ട്രാൻസിസ്റ്റർ ടേൺ ഓഫ് ആകുമ്പോൾ നമ്മുടെ കപ്പാസിറ്റർ എന്താകും? ചാർജ് ചെയ്യാൻ തുടങ്ങും. R1, R2 ചാർജ് ആകും. അപ്പോൾ ഇതൊരു എക്സ്പോണൻഷ്യലി ചാർജിങ് ആയിരിക്കും നമുക്ക് വരുന്നത് കപ്പാസിറ്റർ. അങ്ങനെ ചാർജായി നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജിന്റെ 2/3 അതായത് 2/3 വോൾട്ടേജിലേക്ക് എത്തുമ്പോൾ നമ്മുടെ കമ്പാരറ്റർ 1 എന്ന് പറയുന്നത് ട്രിഗർ ആകും. അപ്പൊ നമുക്ക് അവിടെ വരുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് അതായത് കമ്പാരറ്ററിന്റെ റിസൾട്ട് എന്തായിരിക്കും? ഹൈ ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അഗെയിൻ അപ്പൊ ഫ്ലിപ്പ് ഫ്ലോപ്പ് നമുക്ക് എന്താകും? അപ്പൊ നമുക്ക് ആ സമയം വരെ നമുക്ക് ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റ് ആയിരുന്നു അല്ലെ. ആ ഒരു കമ്പാരറ്ററിന്റെ റിസൾട്ട് ഹൈ ആകുമ്പോൾ എന്റെ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്താകും? റീസെറ്റ് ആകും. അപ്പൊ നമ്മുടെ ടൈമർ ഔട്ട്പുട്ടിന്റെ അതായത് ടൈമറിന്റെ ഔട്ട്പുട്ട് എന്താകും? ലോ ആകും. അപ്പൊ ലോ ആകുമ്പോൾ വീണ്ടും നമ്മുടെ ട്രാൻസിസ്റ്റർ ടേൺ ഓൺ ആകും അല്ലെ. ട്രാൻസിസ്റ്റർ ടേൺ ഓൺ ആകുമ്പോൾ എന്താകും? കപ്പാസിറ്റർ ഡിസ്ചാർജ് ആകും. അങ്ങനെ കപ്പാസിറ്റർ ഡിസ്ചാർജ് ആയി 1/3 ആകുമ്പോഴത്തേക്കും എന്റെ കമ്പാരറ്റർ 2 എന്ന് പറയുന്നത് ടേൺ ഓൺ ആകും. അത് അങ്ങനെ വീണ്ടും നമ്മുടെ SR ഫ്ലിപ്പ് ഫ്ലോപ്പിനെ സെറ്റ് ആകും. ഈ ഒരു പ്രോസസ് അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് R2 വഴിയും ഡിസ്ചാർജിങ് ആവുന്നുണ്ട് അല്ലെ. അങ്ങനെ നമ്മുടെ സൈക്കിൾ എന്ത് ചെയ്തു? കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഓക്കെ, then when the capacitor is charging, the voltage across the capacitor rise exponentially and the output voltage pin 3. Similarly, when the capacitor is discharging, voltage across the capacitor falls exponentially and the output voltage at pin is low. നമ്മളുടെ കപ്പാസിറ്റർ ചാർജിങ് ആകുമ്പോൾ അതെങ്ങനെയാണ്? എക്സ്പോണൻഷ്യലി ആണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് 3 ഉണ്ടാവുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് ഹൈ ആയിരിക്കും. ഡിസ്ചാർജിങ് ആകുമ്പോഴോ സെയിം പ്രോസസ് ആണ്. ഔട്ട്പുട്ട് എക്സ്പോണൻഷ്യലി ഡിസ്ചാർജിങ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് റിസൾട്ട് വരുന്നത് 3 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു ട്രെയിൻ റെക്ടാങ്കുലർ പൾസ് ആയിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് വേവ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. നോക്കൂ, എനിക്ക് എന്റെ വേവ് ഫോം ഓഫ് ദ കപ്പാസിറ്റർ വോൾട്ടേജ് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പൊ ഇത് കപ്പാസിറ്റർ ചാർജിങ് ഡിസ്ചാർജിങ്, ചാർജിങ് ഡിസ്ചാർജിങ്. അപ്പൊ ചാർജിങ് തൊട്ട് ഡിസ്ചാർജിങ് വരെ എനിക്ക് ഹൈ ആയിരിക്കും. ഓക്കെ, അതായത് എപ്പോഴാണോ ചാർജിങ് തൊട്ട് എന്റെ മാക്സിമം വാല്യൂ എത്തുന്നത് അതുവരെ എനിക്ക് ഹൈ ആയിരിക്കും. ഡിസ്ചാർജിങ് ടൈമിൽ എന്താണ്? എന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആയിരിക്കും. അഗെയിൻ ചാർജിങ് എന്ന് പറയുമ്പോൾ എനിക്ക് ഇൻക്രീസ് ആകും, പോസിറ്റീവ് വരും. ദെൻ ഡിസ്ചാർജിങ്. അപ്പൊ എനിക്കൊരു റെക്ടാങ്കുലർ പൾസസ് ആണ് എന്റെ ഈ പറയുന്ന അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്.
ഓക്കെ, ഇതിന്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? സ്ക്വയർ വേവ് ജനറേഷൻ, പൾസ് പൊസിഷൻ മോഡുലേഷൻ, പൾസ് ട്രെയിൻ, ഇതൊക്കെയാണ് നമ്മുടെ ഈ പറയുന്ന അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിന്റെ ആപ്ലിക്കേഷൻസ്. നമ്മൾ നോക്കുന്നത് മോണോ സ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ യൂസിംഗ് 555 IC ആണ്. അപ്പൊ നമുക്ക് എന്താന്ന് നോക്കാം. ദ ബേസിക് മോഡ് ഓഫ് ഓപ്പറേഷൻ ഓഫ് IC 555 ആണ്. ഇതാണ് ഒരു ബേസിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മോഡ് എന്ന് പറയുന്നത്. ഇറ്റ് റിക്വയർസ് ഓൺലി 2 എക്സ്ട്രാ കോമ്പണൻസ്. നമുക്ക് അവിടെ 3 എക്സ്ട്രാ കോമ്പണൻസ് R1 R2 കപ്പാസിറ്റർ ആയിരുന്നു. ഇവിടെ നമുക്ക് 2 എണ്ണേ വേണ്ടുള്ളൂ, ഒരു റെസിസ്റ്ററും ഒരു കപ്പാസിറ്ററും ആണ്. എ മോണോ സ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ഹാസ് ഓൺലി 1 സ്റ്റേബിൾ സ്റ്റേറ്റ്. അപ്പൊ മോണോ സ്റ്റേബിൾ, നമ്മളുടെ പേര് നോക്കൂ, മോണോ സ്റ്റേബിൾ, ഒരു സ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ട്. സ്റ്റേബിൾ നമുക്ക് സ്റ്റേബിൾ എന്ന് പറഞ്ഞിട്ടൊരു ടേമേ ഇല്ല അല്ലെ, സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ സ്റ്റേറ്റുകളിൽ നിന്നും. എന്നാൽ ഇവിടെ നമുക്ക് ഒരു സ്റ്റേബിൾ ഉണ്ട്. ഓക്കെ, when a trigger input is applied, the pulse is produced at the output and returns to the stable state after time interval. നമ്മളൊരു ട്രിഗർ കൊടുക്കുമ്പോൾ ഇൻപുട്ടിൽ ഒരു ട്രിഗർ ഈ ഇൻപുട്ട് അപ്ലൈ ചെയ്തപ്പോൾ പൾസ് പ്രൊഡ്യൂസ് ആയിട്ട് ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടും. അത് അഗെയിൻ റിട്ടേൺ ബാക്ക് ടു ദ സ്റ്റേബിൾ സ്റ്റേറ്റ്. ഒരു ടൈം ഇന്റർവൽ കഴിഞ്ഞാൽ അഗെയിൻ സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് വരും. അപ്പോൾ ഡ്യൂറേഷൻ ഓഫ് ദ ടൈം ഫോർ വിച്ച് ദ പൾസ് ഈസ് ഹൈ will depend on the timing circuit that comprises of the resistor and അപ്പോൾ നമ്മുടെ ടൈമിംഗ് കോൺസ്റ്റന്റ് ഉണ്ടാവുമല്ലോ, tau is equal to RC. ആ ഒരു ടൈമിംഗ് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് എത്രത്തോളം നേരം ആ പൾസ് ഹൈയിൽ നിൽക്കണം എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു IC ഡയഗ്രാം എന്ന് പറയുന്നത് അല്ലെ. നമുക്കൊരു R ഉണ്ട്, ഒരു C. ഇതാണ് നമ്മുടെ അഡീഷണൽ കോമ്പോണൻസ്. സർക്യൂട്ട് ഡയഗ്രാമത്തിലേക്ക് നമുക്ക് പോയി നോക്കാം. ഇതാണ് നമ്മളുടെ മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിന്റെ സർക്യൂട്ട് ഡയഗ്രാം. നമ്മൾ പറഞ്ഞു നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് എന്തുണ്ടെന്നാണ് പറഞ്ഞത്, ഒരു കപ്പാസിറ്ററും ഒരു റെസിസ്റ്ററും ആണ്. അതാണ് നമ്മളിവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ബാക്കിയൊക്കെ നമുക്ക് സിമിലർ പ്രോസസ്സിംഗ് തന്നെയാണ്. 2 കമ്പാരറ്റേഴ്സ്, SR ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഒരു ഇൻവേർട്ടിംഗ് ബഫർ, ഒരു ഇൻവേർട്ടിംഗ് സർക്യൂട്ട്, അതുപോലെ തന്നെ ട്രാൻസിസ്റ്റർ, ഇതൊക്കെയാണ് നമുക്ക് വരുന്ന നമ്മളുടെ കോമ്പണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഓപ്പറേഷൻ നോക്കാം. ദ മോണോസ്റ്റേബിൾ മോഡ് നമുക്ക് വൺ ഷോട്ട് പൾസ് എന്നും കൂടി വിളിക്കാം. ദ സീക്വൻസ് ഓഫ് ദ ഇവന്റ് സ്റ്റാർട്ട്സ് വെൻ എ നെഗറ്റീവ് ഗോയിങ് ട്രിഗർ പൾസ്. അതായത് നമ്മുടെ കമ്പാരറ്ററിലേക്ക് ഒരു നെഗറ്റീവ് പൾസ് വരുമ്പോൾ നമ്മുടെ സീക്വൻസ് സ്റ്റാർട്ട് ആവും അല്ലെ. അപ്പൊ എങ്ങനെ, വെൻ ദിസ് ട്രിഗർ കമ്പാരറ്റർ സെൻസ് ദ ഷോർട്ട് നെഗറ്റീവ് ഗോയിങ് ടു ട്രിഗർ പൾസ്. അപ്പൊ നമുക്ക് ആ ഒരു ഇൻപുട്ട് വോൾട്ടേജ് കിട്ടുമ്പോൾ നമ്മുടെ കമ്പാരറ്റർ സ്റ്റാർട്ട് ആകുകയും നമ്മുടെ ആ ഒരു റെഫറൻസ് വോൾട്ടേജ് 1/3 VCC എത്തുമ്പോഴത്തേക്കും നമ്മുടെ ഡിവൈസ് ട്രിഗർ ആകുകയും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഹൈ വാല്യൂയിൽ എത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ സമയത്ത് എന്താകും, നമ്മുടെ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ടേൺ ഓഫ് ആകുകയും കപ്പാസിറ്റർ നമുക്ക് ആ ഒരു ടൈമിൽ എക്സ്റ്റേണലി കണക്ട് ചെയ്തിരിക്കുന്ന കപ്പാസിറ്റർ വിത്ത് കളക്ടർ എന്ത് ചെയ്തിട്ടുണ്ട്, ചാർജിങ് ആകാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അത് ചാർജ് ആയിട്ട് ആ ഒരു റെസിസ്റ്റർ വഴിയായിട്ടാണ് ചാർജിങ് ആകുന്നത്. അതിന്റെ മാക്സിമം വാല്യൂ അതായത് 2/3 VCC എത്തുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ജസ്റ്റ് സ്റ്റോപ്പ് ആയി നിൽക്കും. ഓക്കെ, ആ സമയത്ത് നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് റീസെറ്റ് ആകും അല്ലെ. ദിസ് വിൽ അലോ ദ ഡിസ്ചാർജ് ഓഫ് ദ ട്രാൻസിസ്റ്റർ ടു ഗോ ടു സാച്ചുറേഷൻ. ദ കപ്പാസിറ്റർ C which is connected to open collector of the transistor has a discharging path. Hence the capacitor discharge completely and the voltage across to 0. അപ്പോൾ ഔട്ട്പുട്ട് നമുക്ക് 0.3 ആയിരിക്കും. അവിടുത്തെ അതേ ഓപ്പറേഷൻസ് ഒക്കെയാണ് വരുന്നത് നമുക്ക് ഇവിടെ അല്ലെ. When the negative going trigger pulse is applied to the triggering of the comparator, അപ്പോൾ compared with the reference voltage 1/3 VCC, the output remains low until the trigger pulse. അപ്പോൾ നമ്മൾ അവിടെ നോക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് വീണ്ടും റിപ്പീറ്റ് ആയി വരുന്നത് അല്ലെ. അപ്പോൾ നമുക്ക് അഗൈൻ എന്താണ്, നമുക്ക് ആദ്യം നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പ് റീസെറ്റ് ആകും. അപ്പൊ നമുക്ക് എന്താവും, നമ്മുടെ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ടേൺ ഓഫ് ആകും, ടേൺ ഓഫ് ആകും. ആ സമയത്ത് നമ്മുടെ കപ്പാസിറ്റർ സ്റ്റാർട്ട്സ് ടു ചാർജ് ആകും അല്ലെ. ആ ചാർജിങ് ആയിട്ട് നമ്മുടെ മാക്സിമം 2/3 വോൾട്ടേജ് 2/3 VCC എത്തുമ്പോൾ ആ ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ്, അതുവരെ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് ഹൈ ആയിരിക്കും. ദെൻ അഗൈൻ നമുക്ക് ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ റീസെറ്റ് ആകുകയും നമ്മുടെ നെക്സ്റ്റ് കമ്പാരറ്റർ ഓൺ ആകുകയും നമ്മുടെ SR ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റ് ആകുകയും ചെയ്യും. അപ്പൊ നമുക്ക് എന്താവും, കപ്പാസിറ്റർ ഡിസ്ചാർജിങ് ആകും അല്ലെ. ഇതാണ് നമ്മുടെ ഓപ്പറേഷൻ വരുന്നത്. നമുക്ക് ഇതിൽ the instant at which the threshold voltage becomes more than the reference voltage, the output of the comparator 1 goes high. അപ്പോൾ നമുക്ക് ആ ഒരു ഇൻസ്റ്റന്റ് വോൾട്ടേജ് ത്രെഷോൾഡ് വോൾട്ടേജിനേക്കാൾ കൂടുതലാകുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഹൈ ആകും. അത് റീസെറ്റ് ദ ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പോൾ ഔട്ട്പുട്ട് പിൻ 3 എന്ന് പറയുന്നത് എന്തായിരിക്കും, ലോ ആകും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഔട്ട്പുട്ട് റിസൾട്ട്, അതായത് ചാർജിങ് ടൈം, കപ്പാസിറ്ററിന്റെ ചാർജിങ് ടൈം എന്ന് പറയുന്നത് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. നമ്മുടെ ടൈം കോൺസ്റ്റന്റ് RC അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ചാർജിങ് ടൈം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിന്റെ ഒരു ഗ്രാഫ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. നോക്കൂ, ഞാൻ കൊടുത്തിരിക്കുന്നത് VCC എനിക്ക് ഇൻപുട്ട് വോൾട്ടേജ് ആണ്. നമ്മുടെ കപ്പാസിറ്റർ അല്ലെ, നോക്കൂ ഇതെന്റെ ഇൻപുട്ട് വോൾട്ടേജ് VCC ആണ്, ട്രിഗർ പൾസ് ആണ്. എപ്പോഴാണോ എനിക്ക് ട്രിഗറിംഗ് വരുന്നത് അല്ലെ, ട്രിഗറിംഗ് എന്ന് പറയുന്നത് 1/3 VCCയിൽ എത്തുന്നത്, അപ്പൊ എന്റെ കപ്പാസിറ്റർ സ്റ്റാർട്ട്സ് ടു ചാർജിങ് ആകും. ചാർജിങ് ആയി എന്റെ 2/3 വോൾട്ടേജ് വരെ എനിക്ക് റിസൾട്ട് കിട്ടും. ആ ഒരു 2/3 വോൾട്ടേജ് എത്തുമ്പോൾ എന്റെ കപ്പാസിറ്റർ ആ ടൈം സമയത്ത് എനിക്ക് എന്റെ ട്രാൻസിസ്റ്റർ ടേൺ ഓൺ ആകുകയും കപ്പാസിറ്റർ ഡിസ്ചാർജ് ആകും അല്ലെ. പെട്ടെന്ന് ഒരു ഇൻസ്റ്റന്റിൽ തന്നെ ഡിസ്ചാർജ് ആകും. അപ്പൊ എനിക്ക് അപ്പൊ കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് താഴത്തേക്ക് റിസൾട്ട് 0യിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് എന്റെ ഒരു ഔട്ട്പുട്ട് വേവ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, ഫ്രീക്വൻസി ഡിവൈഡർ,
pulse width modulation, linear ramp generator, switching the relay on missing pulse detector. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു IC 555 കുറിച്ച് പഠിക്കാനുള്ള കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു.